ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു കിടിലൻ യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ കണങ്ങളുടെ ലോകത്തേക്ക്. ഈ അദൃശ്യമായ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും ശക്തമായ ചില മെഷീനുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒന്നിന്റെ വലിപ്പമോ രൂപമോ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഇത് പണ്ടുമുതലേ ശാസ്ത്രലോകം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. അതിനുള്ള ഉത്തരം കുറച്ച് വിചിത്രമായി തോന്നാം. നിങ്ങൾ കണികകൾക്ക് വേണ്ടി ഒരു സൂപ്പർ ഹൈവേ ഉണ്ടാക്കുന്നു. അതെ, അവിശ്വസനീയമായ വേഗതയിൽ കുഞ്ഞൻ കണങ്ങളെ പായിക്കുന്ന ഒരു ഹൈവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, ലീനിയർ ആക്സിലറേറ്റർ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന ലിനാക്. അതിന്റെ പേരിൽ തന്നെയുണ്ട് സംഭവം. ചാർജുള്ള കണികകളെ ഒരു നേർരേഖയിലൂടെ ഭയങ്കര സ്പീഡിൽ പായിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ശരി, അപ്പോൾ നമുക്കിതിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എല്ലാ ആക്സിലറേറ്ററുകളും ഒരുപോലെയല്ല. ലിനാക്കുകളുടെ കാര്യത്തിൽ ഈ നേർരേഖയിലുള്ള ഓട്ടം അതിനെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് നോക്കാം. അതായത്, കണങ്ങളെ സ്പീഡ് കൂട്ടാൻ പല വഴികളുണ്ട്, അല്ലേ? ഈ സൈക്ലോട്രോൺ എന്നൊക്കെ പറയുന്നത് ഒരു ചുറ്റുവഴിയാണ്. കണങ്ങളെ വട്ടത്തിൽ കറക്കി വേഗത കൂട്ടും. പക്ഷേ ലിനാക്കുകൾ അങ്ങനെയല്ല. അതൊരു വൺ വേ സ്ട്രെയിറ്റ് ഹൈവേ പോലെയാണ്. കണങ്ങൾ ഓരോ പോയിന്റിലൂടെയും ഒറ്റത്തവണ പാസ് ചെയ്യൂ. ഈ നേർരേഖയിലുള്ള ഡിസൈനാണ് ലിനാക്കുകളെ ശരിക്കും സ്പെഷ്യലാക്കുന്നത്. പിന്നെ ഈ ലിനാക്കുകൾ എന്ന് പറയുന്നത് വലിയ വലിയ റിസർച്ച് ലാബുകളിൽ മാത്രമുള്ള സംഭവങ്ങളല്ല കേട്ടോ. ഇത് ഫിസിക്സ് പഠനത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ഇപ്പോൾ BSc ഫിസിക്സ് സിലബസ് എടുത്തു നോക്കിയാൽ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളെക്കുറിച്ച് പഠിക്കാൻ ഏകദേശം 8 മണിക്കൂറോളം തന്നെയുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന സൈക്ലോട്രോൺ, വാൻറ്റിഗ്രാഫ് ജനറേറ്റർ, ഇതിൻ്റെയൊക്കെ കൂടെ ലിനാക്കും ഒരു മെയിൻ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. എങ്ങനെയാണ് ഒരു ലിനാക്ക് ശരിക്കും ഇത്ര ഭയങ്കരമായ സ്പീഡ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഉള്ളിലെ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ അടിസ്ഥാന തത്വം ഭയങ്കര സിമ്പിളാണ്. എല്ലാ ആക്സിലറേറ്ററുകളെയും പോലെ ലിനാക്കുകളെ ഓടിക്കുന്നതും ഇലക്ട്രിക് ഫീൽഡുകളാണ്. ചാർജുള്ള കണങ്ങളെ മുന്നോട്ട് തള്ളാനുള്ള ഒരു പുഷ് കൊടുക്കുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡുകളാണ്. ലിനാക്കുകൾക്ക് പ്രധാനമായിട്ട് 2 തരം ഡിസൈനുകളുണ്ട്. ആദ്യത്തേത് ഡ്രിഫ്റ്റ് ട്യൂബ് മോഡൽ. ഇതൊരു റിലേ റേസ് പോലെയാണ്. ഓരോ ട്യൂബും കണികയ്ക്ക് കറക്റ്റ് സമയത്ത് ഒരു തള്ളു കൊടുത്ത് അടുത്ത ആളുടെ അടുത്തേക്ക് വിടുന്നു. രണ്ടാമത്തെ ഡിസൈനാണ് ട്രാവലിംഗ് വേവ് ലിനാക്ക്. ഇത് കുറച്ചുകൂടി രസകരമാണ്. ഒരു സർഫർ തിരമാലയിൽ പോകുന്നത് പോലെ. ഇവിടെ കണികകൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ മുകളിൽ സവാരി ചെയ്ത് മുന്നോട്ട് കുതിക്കുന്നു. അങ്ങനെ തുടർച്ചയായി എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതുവരെ നമ്മൾ തിയറിയാണ് സംസാരിച്ചത്. ഇനി ഈ ഭീമൻ യന്ത്രങ്ങൾ എവിടെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം, അല്ലേ? ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില ലിനാക്കുകളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് ലീനിയർ ആക്സിലറേറ്റർ സെന്റർ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന സ്ലാക്ക്. ഇലക്ട്രോണുകളെ അതിഭയങ്കരമായ വേഗതയിലേക്ക് എത്തിക്കുന്ന വളരെ പവർഫുള്ളായൊരു ലിനാക്കാണ്. അതിന്റെ പവർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ നമ്പർ മതി: 1 GeV, അതായത് 1 ബില്യൺ ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയുടെ ഊർജ്ജത്തിന്റെ കോടിക്കണക്കിന് മടങ്ങാണിത്. ആലോചിച്ചു നോക്കൂ, അത്രയും എനർജിയാണ് ഒരൊറ്റ ഇലക്ട്രോണിന് കൊടുക്കുന്നത്. ഭീകരം തന്നെ. തീർച്ചയായും എസ്ലാക്ക് മാത്രമല്ല ലോകത്തുള്ളത്. ലോസ് അലാമോസിലെ LAMPF പോലെയുള്ള വേറെയും ഒരുപാട് പ്രധാനപ്പെട്ട സെന്ററുകളുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കണികാഭൗതികശാസ്ത്രത്തിലെ റിസർച്ചിൽ ലിനാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ശരി, അപ്പം നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും പവർഫുള്ളായ ഇത്രയും വലിയ മെഷീനുകൾ ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിന്റെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതാണ്: ഒരൊറ്റ ആറ്റത്തിന്റെ ഹൃദയമായ ന്യൂക്ലിയസിനെക്കുറിച്ച് പഠിക്കുക. അതിന്റെ ഉള്ളിൽ എന്താണുള്ളത്, അതിന്റെ ഘടന എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ ഒരുമിച്ച് നിർത്തുന്ന അടിസ്ഥാന ശക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എത്ര ചെറിയൊരുതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ന്യൂക്ലിയസിന്റെ വ്യാസം ഏകദേശം 10 ഫെംറ്റോമീറ്ററാണ്. അതെത്ര ചെറുതാണെന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മുഴുവൻ ഒരു ആറ്റമാണെങ്കിൽ അതിന്റെ നടുക്ക് വെച്ചൊരു കടുകുമണിയോട് അത്രയുണ്ടാവും ന്യൂക്ലിയസ്. അത്രയും ചെറുതാണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഒരു ചെറിയ സാധനത്തിനെ കാണണമെങ്കിൽ അതിനേക്കാൾ ചെറിയ തരംഗദൈർഘ്യമുള്ള എന്തെങ്കിലും വെച്ച് നോക്കണം, അല്ലേ? കണങ്ങളുടെ എനർജി കൂടുന്തോറും അവയുടെ തരംഗദൈർഘ്യം കുറഞ്ഞുവരും. അപ്പോൾ സ്ലാക്ക് പോലുള്ള ലിനാക്കുകൾ ഇലക്ട്രോണുകൾക്ക് ഇത്രയും ഭീകരമായ എനർജി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസിനെ കാണാൻ മാത്രം ചെറിയ തരംഗദൈർഘ്യം ഉണ്ടാക്കാനാണ്. തീർച്ചയായും ഈ ഭീമൻ യന്ത്രങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളൊക്കെയുണ്ട്. ലീനിയർ ആക്സിലറേറ്ററുകളുടെ പരിമിതികളെക്കുറിച്ചും പഠനങ്ങളിൽ വരുന്നുണ്ട്. കാരണം അറിവിനായുള്ള മനുഷ്യന്റെ യാത്ര എപ്പോഴും നിലവിലുള്ള
ടെക്നോളജിയുടെ അതിരുകൾ ഭേദിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അദൃശ്യമായതിനെ കാണാൻ നമ്മൾ ഈ അത്ഭുതകരമായ സൂപ്പർ ഹൈവേകൾ ഉണ്ടാക്കി. പ്രപഞ്ചത്തിന്റെ പല അടിസ്ഥാന രഹസ്യങ്ങളിലേക്കും അവ നമ്മളെ കൊണ്ടെത്തിച്ചു. ഇനി അടുത്തതായി പ്രപഞ്ചത്തിലെ ഏതു വലിയ രഹസ്യത്തിന്റെ ചുരുളിഴിക്കാനായിരിക്കും ഈ യന്ത്രങ്ങൾ നമ്മളെ സഹായിക്കാൻ പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണല്ലേ?